മൈ ഡിയർ സ്റ്റുഡൻസ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് ടീച്ചർ കരുതുന്നു. നമ്മൾ തമ്മിൽ നേരിട്ട് ഇതുവരെയും കണ്ടിട്ടില്ല. നിങ്ങളെല്ലാം കാണണമെന്നും നേരിട്ട് സംസാരിക്കണമെന്നും ടീച്ചറിന് ഒത്തിരി ആഗ്രഹമുണ്ട്. പക്ഷേ നമ്മുടെ ഈ COVID-19 പശ്ചാത്തലത്തിൽ അതിന് സാധിക്കാത്തത് കൊണ്ട് നമുക്ക് സമയമെടുത്ത് ദൈവം അനുവദിക്കുന്ന സമയമാകുമ്പോൾ നമുക്ക് പരസ്പരം കാണാനും വർത്തമാനം പറയാനും ഒക്കെ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ നേരത്തെ നിങ്ങളെല്ലാവരും എന്നെ പരിചയപ്പെട്ടതാണ്. ഞാൻ നിങ്ങളെ പരിചയപ്പെട്ടിട്ടില്ലെങ്കിലും എന്നെ നിങ്ങൾ പരിചയപ്പെട്ടതാണ്. എൻ്റെ പേര് സോഫിയ വർഗീസ്. ഞാൻ പഠിപ്പിക്കുന്ന സബ്ജക്റ്റും ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ്. CRA. ബോർഡിലേക്ക് നോക്കിക്കേ എല്ലാവരും. നമ്മുടെ സബ്ജക്റ്റ് ഏതാണ്? CRA. എന്തായിരുന്നു അതിൻ്റെ ഫുൾ ഫോം? ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? ഓർക്കുന്നുണ്ടെങ്കിൽ ഇരിക്കുന്നിടത്ത് തന്നെ ഇരുന്ന് നമുക്ക് പറയാം. എന്തായിരുന്നു CRAയുടെ ഫുൾ ഫോം? കോർപ്പറേറ്റ് റെഗുലേഷൻസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ. ഇപ്പം നമ്മൾ സബ്ജക്റ്റിൻ്റെ പേര് ഒക്കെ കേട്ടു. നമ്മൾ BCom സ്റ്റുഡൻ്റ് ആണ്. അതിനാൽ വലിയ ഒരു കോഴ്സ്, അതായത് നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി മുതൽക്കൂട്ടാവുന്നൊരു കോഴ്സ് നമ്മൾ തിരഞ്ഞെടുത്തതാണ്. എല്ലാറ്റിൻ്റെയും പുറകിൽ ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് നല്ല രീതിയിൽ പോകാൻ സാധിക്കുകയുള്ളൂ. അതിനാൽ എൻ്റെ എല്ലാ കുഞ്ഞുങ്ങളും നിങ്ങൾ ആയിരിക്കുന്നിടത്ത് അല്പസമയം എഴുന്നേറ്റ് നിന്ന് നമ്മൾ ഈ പുതിയ അധ്യയന വർഷത്തിലേക്ക് കടക്കാൻ ദൈവാനുഗ്രഹം കിട്ടിയതിനും അതോടൊപ്പം നല്ലൊരു കോഴ്സ് തിരഞ്ഞെടുക്കാൻ അവസരം തന്നതിനും നല്ലൊരു കോളേജ് സെലക്ട് ചെയ്യാൻ നിങ്ങൾക്ക് അവസരം കിട്ടിയതിനും ദൈവത്തിന് നന്ദി പറയുന്നതോടൊപ്പം ദൈവാനുഗ്രഹം യാചിക്കുകയും ചെയ്യുക. ഏത് മതവിഭാഗമാണെങ്കിലും അവനവൻ വിശ്വസിക്കുന്ന ദൈവത്തെ വിളിച്ച് എല്ലാ കുഞ്ഞുങ്ങളും ദൈവാനുഗ്രഹം 1 മിനിറ്റ് യാചിക്കുക. അപ്പം ഞാൻ എൻ്റെ സബ്ജക്റ്റിലേക്ക് പതുക്കെ കടക്കുകയാണ്. സബ്ജക്റ്റിൻ്റെ പേര് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. CRA. എന്തായിരുന്നു എൻ്റെ ഫുൾ ഫോം എന്നാണ് ഞാൻ പറഞ്ഞത്? കോർപ്പറേറ്റ് റെഗുലേഷൻസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ. ഒന്നുകൂടെ എല്ലാവരും ഒന്ന് ആവർത്തിച്ച് പറഞ്ഞു തന്നു. കോർപ്പറേറ്റ് റെഗുലേഷൻസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ, ദാറ്റ് ഈസ് CRA. ഞാൻ ഈ സബ്ജക്റ്റിന് മൊത്തം ടോട്ടൽ 5 മൊഡ്യൂളാണുള്ളത്. അപ്പം നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വരാം, എന്താണ് ഈ മൊഡ്യൂൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? മൊഡ്യൂൾ എന്നാൽ നമ്മൾ +1 +2 അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ പഠിച്ച +2 വരെ പഠിച്ച കാലഘട്ടത്തിൽ നമ്മൾ ചാപ്റ്ററുകളെന്നായിരുന്നു പറയുന്നത്. ഇനി നിങ്ങൾ ഡിഗ്രി സ്റ്റുഡൻസ് ആണ്. ഇനിയും നിങ്ങളുടെ സബ്ജക്റ്റിൻ്റെ കണ്ടന്റിന് ചാപ്റ്റർ നല്ല പറയേണ്ടത്, പിന്നെന്താണ് പറയേണ്ടത്? മൊഡ്യൂൾ. ചാപ്റ്ററിന് തന്നെ അതിൻ്റെ മറ്റൊരു പേര് മാത്രമേ മൊഡ്യൂൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. ഇപ്പം നമ്മുടെ ഈ CRAയ്ക്കകത്ത് എത്ര മൊഡ്യൂളുണ്ട് മൊത്തം? ബോർഡിലേക്ക് നോക്കിക്കേ. 5 മൊഡ്യൂളുണ്ട്. 5 മൊഡ്യൂൾ. ആ മൊഡ്യൂളിൻ്റെ പേരുകൾ ഞാനെന്ന് പറയാം. ഫസ്റ്റ് മൊഡ്യൂളിൽ ഇൻട്രഡക്ഷൻ ടു കമ്പനി, ഇന്ത്യൻ കമ്പനി ലോ. എന്നോട് വായിച്ച്. ഇൻട്രഡക്ഷൻ ടു ഇന്ത്യൻ കമ്പനി ലോ. മൊഡ്യൂൾ 2 ഫോർമേഷൻ ഓഫ് കമ്പനി. മൊഡ്യൂൾ 2 ഫോർമേഷൻ ഓഫ് കമ്പനി. മൊഡ്യൂൾ 3 ഷെയർ ക്യാപിറ്റൽ ആൻഡ് ഡിബഞ്ചേഴ്സ്. മൊഡ്യൂൾ 3 ഷെയർ ക്യാപിറ്റൽ ആൻഡ് ഡിബഞ്ചേഴ്സ്. Fourth one,
അഡ്മിനിസ്ട്രേഷൻ ഓഫ് കമ്പനീസ്. ഫിഫ്ത്ത് വൺ വൈൻഡിങ് അപ്പ്. അങ്ങനെ 5 മൊഡ്യൂളുകൾ അടങ്ങുന്നതാണ് നമ്മളുടെ ഈ സബ്ജക്റ്റ് എന്ന് പറയുന്നത്, CRA എന്ന് പറയുന്ന സബ്ജക്റ്റ്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞത് ഒന്നും കൂടെ ആവർത്തിക്കുവാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള പേപ്പറാണ്. ഈ പേപ്പർ പഠിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഒത്തിരി പ്രയോജനങ്ങൾ നിങ്ങളുടെ ഭാവിയിൽ ലഭിക്കും. വലിയ വലിയ കമ്പനികൾ നടത്തുന്നവരെ പോലെ നമുക്കും വലിയ വലിയ കമ്പനികളുടെ ഉടമകളായി മാറാൻ ഇതുമൂലം സാധിച്ചെന്ന് വരാം. എല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹം പോലെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ എന്ന് ഈ കൂട്ടത്തിൽ ആശംസിക്കുകയും ചെയ്യും. പിന്നെ വളരെ നിർബന്ധമുള്ള ഒരു കാര്യം പറയുവാണ്. സെൻറ് ആൻ്റണീസിലേക്ക് കടന്നു വന്ന ഒരു കുഞ്ഞു പോലും എക്സാമിന് തോറ്റു പോകരുത് എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മളുടെ സ്ഥാപനത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് അറിയാവുന്ന കാര്യമാണ്. നിങ്ങൾ അങ്ങനെ അറിഞ്ഞതുകൊണ്ടാണല്ലോ നമ്മുടെ സ്ഥാപനത്തിൽ നിങ്ങൾ വന്നു ചേർന്നത്. അപ്പം സബ്ജക്റ്റുകൾക്കൊന്നും ഫെയിൽ ആകരുതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കഠിനാധ്വാനം ചെയ്യണം. കഠിനാധ്വാനം എന്ന ഒരു വാക്കുകൊണ്ട് മാത്രമേ നമുക്ക് എന്തെങ്കിലുമൊക്കെ നേടാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഏറ്റവും ആദ്യം വേണ്ടത് ദൈവാനുഗ്രഹം പ്ലസ് കഠിനാധ്വാനം. ഈ 2 കാര്യങ്ങളും കൂടെ ചെയ്യുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്തിനു വേണ്ടി ആയിരിക്കുന്നുവോ ആ അവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. നമ്മൾ എന്ത് ലക്ഷ്യത്തിന് വേണ്ടിയാണോ നമ്മുടെ സ്ഥാപനത്തിലേക്ക് വന്നത് ആ ലക്ഷ്യം പൂർത്തീകരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അതുകൊണ്ട് ഈ സബ്ജക്റ്റ് പഠിക്കുന്നതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നിങ്ങൾ 2 കാര്യങ്ങൾ ചെയ്യണം. 1 നന്നായിട്ട് പ്രാർത്ഥിക്കുക, 2 കഠിനാധ്വാനം ചെയ്യുക. ഈ 2 കാര്യങ്ങൾ ഒന്നിച്ച് ചേരുമ്പോൾ നമ്മൾ നല്ല വിജയികളായി മാറുവാണ് ഈ ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ ഈ ഇൻട്രഡക്ഷൻ ക്ലാസ്സിൽ ഇത്രയും കാര്യങ്ങളെ ഞാൻ പറയുന്നുള്ളൂ. ഒത്തിരി ഒന്നും ദീർഘിപ്പിക്കുന്നില്ല. ഇന്ന് വളരെ മൈന്യൂട്ടായിട്ടുള്ള 1-2 കാര്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ഒന്നെന്തായിരുന്നു? നമ്മളുടെ സബ്ജക്റ്റിൻ്റെ പേര് CRA, അതിൻ്റെ ഫുൾ ഫോം കോർപ്പറേറ്റ് റെഗുലേഷൻസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ. ആ CRA എന്ന സബ്ജക്റ്റിൽ 5 മൊഡ്യൂളുകൾ ഉണ്ടെന്ന് നമ്മൾ കണ്ടു. 5 മൊഡ്യൂളുകളുടെ പേരും ഞാനിവിടെ പറഞ്ഞു. ഒന്നും കൂടെ പറയുവാണ്. ബോർഡിലുള്ളത് നോക്കി നിങ്ങൾ വേണമെങ്കിൽ നോട്ട്ബുക്കിലേക്ക് പകർത്താം. ഫസ്റ്റ് വൺ ഇൻട്രഡക്ഷൻ ടു ഇന്ത്യൻ കമ്പനി ലോ. സെക്കൻഡ് മൊഡ്യൂൾ ഫോർമേഷൻ ഓഫ് കമ്പനി. തേർഡ് മൊഡ്യൂൾ ഷെയർ ക്യാപിറ്റൽ ആൻഡ് ഡിബഞ്ചേഴ്സ്. ഫോർത്ത് മൊഡ്യൂൾ അഡ്മിനിസ്ട്രേഷൻ ഓഫ് കമ്പനി. ഫിഫ്ത്ത് മൊഡ്യൂൾ വൈൻഡിങ് അപ്പ്. ഇത്രയും പറഞ്ഞതിന് ശേഷം ഞാൻ എന്തായിരുന്നു പറഞ്ഞത്? വിജയം കൈവരിക്കണമെങ്കിൽ 2 കാര്യങ്ങൾ സമം ചേർക്കണം. 1 ദൈവാനുഗ്രഹം പ്ലസ് കഠിനാധ്വാനം. ഈ 2 കാര്യങ്ങളോടെ ചേർത്ത് എൻ്റെ ബികോമിൽ വന്ന് ചേരുന്ന എല്ലാ കുട്ടികളും എല്ലാ സബ്ജക്റ്റിനും നല്ല മാർക്ക് വാങ്ങിക്കണം. പ്രത്യേകിച്ച് നമ്മളുടെ ഈ സബ്ജക്റ്റായ CRAയ്ക്ക് എല്ലാവരും 100-ൽ 100 മാർക്ക് മേടിച്ച് വിജയിക്കുകയും വേണം. ഇനി വരും ക്ലാസ്സുകളിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഇന്നത്തെ ഇൻട്രഡക്ഷൻ ക്ലാസ് ഞാൻ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ആരും ഒന്നിനെക്കുറിച്ച് പേടിക്കുകയോ ആവലാതിപ്പെടുകയോ വേണ്ട. ഞങ്ങൾ ടീച്ചേഴ്സ് നിങ്ങളുടെ ഒപ്പമുണ്ട്. എല്ലാ കാര്യത്തിലും പിന്തുണ തരുന്നതുമാണ്. കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ ഞാൻ പറയുവാണ്. CRA എന്ന സബ്ജക്റ്റ് പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് നിർബന്ധമായിട്ടുണ്ടായിരിക്കണം. അതുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങൾ പിന്നീട് അറിയിച്ചു കൊള്ളാം.
ക്ലാസ് ഒരുപക്ഷെ പേരൻസും കാണുന്നുണ്ടായിരിക്കാം. അവരെയും കൂടെ സ്നേഹത്തോടെ ഞാൻ ഈ സമയത്ത് ഓർക്കുന്നു. അപ്പം അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അപ്പോൾ നിങ്ങൾ ഒരു നോട്ട്ബുക്ക് കയ്യിൽ കരുതിക്കൊള്ളുക. ബാക്കി ഈ സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞാൻ വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്ത് തന്നേക്കാം. അതുകൂടെ ചെക്ക് ചെയ്യുക. അപ്പോൾ ഓക്കെ, താങ്ക് യു.